കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ മിനറൽ വാട്ടർ എന്ന വഴി ആസിഡ് നിറച്ച വെള്ളം കൊടുത്തു. സംഭവം UP-യിലാണ് ഉണ്ടായത്. അവിടെ ഒരു സ്വർണ്ണക്കടയിൽ അമ്മയും മകളും സ്വർണം വാങ്ങിക്കാൻ ചെന്നു. അവർ സ്വർണം വാങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ആ പെൺകുട്ടിക്ക് ദാഹം തോന്നി. സ്വർണ്ണക്കടയിൽ ഉടമയോട് ചോദിച്ചു, വെള്ളം വേണം കുടിക്കാൻ. സ്വർണ്ണക്കടക്കാർ ചായ കാപ്പി എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് കൊടുക്കില്ല, സ്വർണം വിറ്റ് പോകുന്നതല്ലേ. അവർ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞൊരു കുപ്പി വെള്ളം കൊടുത്തു. ആ കുട്ടി അത് കുടിച്ചു. അത് ആസിഡായിരുന്നു. വായിൽ ആസിഡാണ് വന്നതെന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ആ കുട്ടി തറയിൽ വീണു, മോഹൽസ്യപ്പെട്ടു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ക്രിട്ടിക്കലായപ്പോൾ നേരെ അതിനടുത്ത് വലിയ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെ ആ പെൺകുട്ടി. സ്വർണ്ണക്കടയിൽ സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ മിനറൽ വാട്ടറും ചായയും കാപ്പിയൊക്കെ കൊടുക്കും. പക്ഷേ ഈ മിനറൽ വാട്ടർ ചോദിച്ചപ്പോൾ ആസിഡ് എങ്ങനെയാകും? അതൊരു സംശയകരമായ സാഹചര്യം തന്നെയാണ്. അങ്ങനെ അവിടെ സ്വർണ്ണക്കടയിൽ പലർക്കും വെള്ളം കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുപ്പി മിനറൽ വാട്ടറിൻ്റെ അവിടെ അതിനോട് ചേർത്ത് അതേ കളറുള്ള ആസിഡ് കൊടുക്കുമോ? ആരെങ്കിലും സൂക്ഷിക്കുമോ? സാധ്യത വളരെ കുറവാണ്. അത് വലിയ റിസ്ക്കിയാണ്. അപ്പം ആസിഡ് മിനറൽ വാട്ടറിൻ്റെ ഇടയ്ക്ക് ആസിഡ് കുപ്പി എങ്ങനെയാണ് വരുന്നത്? വരാൻ സാധ്യത വളരെ കുറവാണ്. അത് മനഃപൂർവ്വം വെച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പോലീസിന് ഡൗട്ട് വന്നു കഴിഞ്ഞു. കാരണം ഇവർ പരിചയമുള്ളവരാണോ അമ്മയും മകളും? സ്ഥിരമായിട്ട് അവിടെ വന്നാണോ സ്വർണം വാങ്ങുന്നത്? ഉടമയായിട്ട് അടുപ്പമുണ്ടോ, സ്നേഹമുണ്ടോ? അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവർക്ക് എങ്ങനെയാണ് വെള്ളം ചോദിച്ചപ്പം ആസിഡ് കുപ്പി എടുത്ത് കൊടുക്കുക? അതിനുള്ള സാധ്യത കുറവായതുകൊണ്ട് പോലീസ് ആ വഴിക്ക് നീങ്ങുന്നതാണ് മനസ്സിലാകുന്നത്. അവരെ ആ കുപ്പിയിലെ വെള്ളം ദാഹം, സ്വർണ്ണക്കടയാണ്, അവിടെ ദാഹം ആ കുട്ടിക്ക് തോന്നിയ അമ്മയും മകളൂടെയാണ്, സ്ഥിരമായിട്ട് അവിടെ വന്ന് സ്വർണം വാങ്ങുന്നവരാണ്. ദാഹം കുടിച്ച് ചോദിച്ചപ്പം ആ കുപ്പിയിലെ വെള്ളം അതേപടി പകുതിയോളം എങ്കിലും കുടിച്ചിട്ടുണ്ടാവും. ഇത് ഒരു അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പലർക്കും തോന്നാമെങ്കിലും, കാരണം അങ്ങനെ എങ്ങനെയാണ് വെള്ളം അവർ സൂക്ഷിക്കുന്നത്? കാരണം ഒരു കുപ്പി ആയിരിക്കത്തില്ലല്ലോ, പല കുപ്പി വെള്ളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും ഈ സ്വർണ്ണക്കടയിൽ. അല്ലെങ്കിൽ അത് ഒരു കുപ്പി വെള്ളം ഒരു വലിയ ബണ്ടിൽ, നമുക്കറിയാമല്ലോ, കുപ്പി അല്ലാത്ത രീതിയിലുള്ള ജാറിലേക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുക. വെള്ളം ധാരാളം ചിലവാകുന്ന സ്വർണ്ണക്കടയിൽ, കാരണം ഒത്തിരി സമയം എടുക്കും സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യാനായി. എന്തായാലും പോലീസിന് ആ വെള്ളം കൊടുത്തതിൽ ചില സംശയങ്ങളുണ്ട്. ഇവരുമായിട്ട് അടുപ്പമുണ്ടോ? ഇയാളുമായിട്ട് ബന്ധമുണ്ടോ? കുട്ടിയോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? എത്ര വർഷമായി ഇവർ അവിടെ വന്ന് സ്വർണം കടയിൽ വന്ന് സാധനം വാങ്ങുന്നു? അപ്പോൾ അത് ഒരു തരത്തിൽ നമുക്കത് ആലോചിച്ചിട്ട്, കാരണം അവിടെ എന്തിനാണ് ഈ ആസിഡ്, ഒരു കുപ്പി വെള്ളം ആസിഡ് അവിടെ വെക്കേണ്ടത്? പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് അയാൾ കുടിക്കും, അയാളുടെ ജോലിക്കാർ കുടിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ കൊടുക്കും. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കുപ്പി മാറി വന്നു എന്ന് പറയാൻ വിഷമമാണ്. അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്ത സ്ഥലത്ത് പോലീസ് അന്വേഷിക്കുമായിരിക്കാം, അവിടെ മിനറൽ വാട്ടറിൻ്റെ ഒപ്പം ആസിഡും വിൽക്കുന്ന സ്ഥലമാണോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇവർ തമ്മിൽ ഒരു സ്ട്രേഞ്ചേഴ്സാണ് ഇവർ രണ്ടുപേരുമെങ്കിൽ തീർച്ചയായിട്ടും അബദ്ധം പറ്റിയതാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ പരിചയമുണ്ടെങ്കിലോ അടുപ്പമുണ്ടെങ്കിലോ, സാധാരണ ഒരു സ്വർണ്ണക്കടയിൽ വരുന്നവരൊക്കെ മിക്കവാറും അതേ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നവരും എടുക്കുന്നവരൊക്കെ ആയിരിക്കാം. അല്ലാതെ സ്ട്രേഞ്ചേഴ്സ് വരുന്ന വളരെ ചുരുക്കമാണ്. കാരണം നാട്ടിൻ പ്രദേശത്തും ഒക്കെയുള്ള ആൾക്കാരാണ് അവിടെയുള്ള സ്വർണ്ണക്കടയിലൊക്കെ പോകും. കൂടുതൽ സ്വർണ്ണം എടുക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറി ടൗൺഷിപ്പിലൊക്കെ പോകാം. എങ്കിലും അറിയപ്പെടുന്ന ടൗൺഷിപ്പിലെ കടക്കാരെടുത്ത് സാധാരണഗതിയിൽ പോകുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ചതിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ഭാഗം അവിടെ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും അബദ്ധത്തിൽ സംഭവിച്ചാകാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് തോന്നുന്നത്.